Hi friends, welcome to Lectures on Law. IBPS 2024 നോട്ടിഫിക്കേഷൻ എത്തിയിരിക്കുകയാണ്. എന്താണ് IBPS എക്സാം? ആർക്കൊക്കെയാണ് ഈ എക്സാം എഴുതുവാൻ സാധിക്കുന്നത്? എന്താണ് ഇതിൻ്റെ എക്സാം പാറ്റേൺ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും. ഒട്ടും വൈകാതെ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. IBPS എക്സാം എന്നുള്ളത് 43ഓളം റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്കുള്ള വിവിധ തരം പോസ്റ്റിലേക്ക് 10,000-ഓളം വേക്കൻസീസ് വരുന്ന ഒരു ഓൾ ഇന്ത്യ ലെവൽ എക്സാമിനേഷനാണ്. ബാങ്കിങ് മേഖലകളിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും ഈ എക്സാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഈ എക്സാമിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ് ഇതിൻ്റെ ഒരു മോഡ് ഓഫ് എക്സാമിനേഷൻ നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് ഇന്നലെ ആയിരുന്നു. ജൂൺ 7, 2024 നോട്ടിഫിക്കേഷൻ വന്നത്. ഇന്നലെ മുതൽ അപ്ലൈ ചെയ്യാനായിട്ട് സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഡേറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് നോക്കാം. നോട്ടിഫിക്കേഷനിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് ആണ്. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 7/6/2024 ഇന്നലെ മുതൽ ജൂൺ 7 മുതലാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത് ജൂൺ 27 അതായത് ഈ മാസം ജൂൺ 27 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് 2024 IBPS ആപ്ലിക്കേഷന് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നത്. അടുത്തത് പറയുന്നത് ഫീസ് അടയ്ക്കാനായിട്ടുള്ള ഡേറ്റ് ആണ്. ഫീസ് അടയ്ക്കാനായിട്ടുള്ള ഡേറ്റും 7/6/2024 മുതൽ ഇന്നലെ മുതൽ 27/6/2024 ജൂൺ 27 ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് ഫീസ് അടയ്ക്കാനും പറയുന്നത്. ഇനി കോൾ ലെറ്റേഴ്സ് ഡൗൺലോഡ് ചെയ്യുക. പ്രീ എക്സാം ട്രെയിനിങ്, എക്സാമിന് മുമ്പ് ഒരു ട്രെയിനിങ് ഉണ്ടാകും. ആ പ്രീ എക്സാം ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനുള്ള കോൾ ലെറ്റേഴ്സ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത് ജൂലൈ മാസമായിരിക്കും. 2024 ജൂലൈ മാസമായിരിക്കും. ആ പ്രീ എക്സാം ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത് 22/7/2024 മുതൽ 27/7/2024 വരെയുള്ള തീയതികളിലായിരിക്കും. പിന്നീട് പറയുന്നത് പ്രിലിംസ് എക്സാം, മെയിൻസ് എക്സാം, ഇന്റർവ്യൂ ഡേറ്റുകളാണ്. 3 ഘട്ടത്തിലുള്ള ഒരു എക്സാം ആയിരിക്കും പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ. ഇതിൽ ഓഫീസർ സ്കെയിൽ 2-നും ഓഫീസർ സ്കെയിൽ 3-ക്കും സിംഗിൾ എക്സാം മാത്രമേ ഉണ്ടാകുള്ളൂ. അതായത് അവർക്ക് പ്രിലിംസ് എക്സാം ഉണ്ടാകുകയില്ല, മെയിൻസ് എക്സാം മാത്രമേ നടത്തുകയുള്ളൂ. പിന്നീട് ഇന്റർവ്യൂ നടത്തി ഡയറക്റ്റ് പോസ്റ്റിലേക്ക് അവർക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത്, പ്രിലിംസ് എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് 2024 പ്രിലിംസ് എക്സാം നടക്കുന്നത്. അതിൻ്റെ റിസൾട്ട് ഓഗസ്റ്റ് അവസാനത്തോടു കൂടി അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കോട് കൂടി തന്നെ നമുക്ക് റിസൾട്ട് പ്രിലിംസിന്റെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തത് മെയിൻസ് എക്സാം അല്ലെങ്കിൽ സിംഗിൾ എക്സാം. ഓഫീസർ സ്കെയിൽ 2-നും ഓഫീസർ സ്കെയിൽ 3-ക്കും സിംഗിൾ എക്സാമിനേഷനേ ഉള്ളൂ. അത് നടത്തുന്നത് സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ 2024 മെയിൻസ് എക്സാം അല്ലെങ്കിൽ സിംഗിൾ എക്സാം നടക്കുന്നത് സെപ്റ്റംബർ 2024. ആ ഒരു സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസമായിരിക്കും മെയിൻസ് എക്സാം നടത്തുക. ആ മെയിൻസ് എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് വരും. ഒക്ടോബറോട് കൂടി തന്നെ അതിൻ്റെ റിസൾട്ട് വരും എന്നാണ് ഡേറ്റ്സിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇന്റർവ്യൂ നടത്തുന്നത് നവംബർ മന്തിലായിരിക്കും. അങ്ങനെ ഡിസംബറോട് കൂടി റിസൾട്ട് വന്ന് ജാനുവരി 2025 അതായത് അടുത്ത വർഷം തുടക്കത്തിൽ തന്നെ നമുക്കൊരു പുതിയ ജോലിയിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ എക്സാം മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവരും ഇത് അപ്ലൈ ചെയ്ത് എഴുതുക. നിങ്ങൾക്ക് നല്ലൊരു ജോലി സാധ്യതയുള്ള, ബാങ്കിങ് മേഖലയിൽ നല്ലൊരു ജോലി സാധ്യതയുള്ള ഒരു എക്സാമാണിത്, IBPS എക്സാം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതിൽ പറയുന്നത്, ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത് പോസ്റ്റുകളെ കുറിച്ചാണ്. പോസ്റ്റ് എയിൽ ഓഫീസർ സ്കെയിൽ 1-ഉം ഓഫീസ് അസിസ്റ്റന്റും, ഓഫീസർ സ്കെയിൽ 1-ഉം ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റുകളും മൾട്ടിപർപ്പസ് പോസ്റ്റും എക്സാമിനേഷൻ 2 ടയർ ആയിട്ടായിരിക്കും നടക്കുന്നത്. പ്രിലിമിനറി എക്സാമും മെയിൻസ് എക്സാമും ആയിട്ടാണ് നടത്തുന്നത്. ഓഫീസ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് പ്രിലിമിനറി എക്സാം നടത്തി അതിൽ പ്രിലിമിനറി എക്സാമിൽ പാസ്സാകുന്നവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുത്ത് മെയിൻസിലേക്ക് വിളിക്കും. എന്നിട്ട് മെയിൻസ് എക്സാം നടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മെയിൻസ് എക്സാം നടത്തിയതിന് ശേഷം പിന്നീട് റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്ക്, അതായത് അവർ ഏതൊക്കെ റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്കാണ് അപ്ലൈ ചെയ്ത് ആ റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്ക് വേക്കൻസീസിന്റെ നമ്പർ അനുസരിച്ച് അവരെ അലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓഫീസർ സ്കെയിൽ 1-ലാണെങ്കിലും പ്രിലിമിനറി എക്സാം നടത്തും. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് മെയിൻസ് എക്സാമിനേഷൻ നടത്തിയിട്ട് മെയിൻസ് എക്സാമിനേഷനിൽ പാസ്സാകുന്നവർക്ക് ഒരു കോമൺ ഇന്റർവ്യൂ വെക്കും. അങ്ങനെ ആ കോമൺ ഇന്റർവ്യൂ നടത്തുന്നത് നബാർഡും നോഡൽ റീജിയണൽ റൂറൽ ബാങ്കുകളും കൂടിയായിരിക്കും. ആ ഒരു അതോറിറ്റി നടത്തുന്ന ഇന്റർവ്യൂവിൽ പാസ്സായതിനു ശേഷമാണ് നമ്മളെ അപ്പോയിന്റ് ചെയ്യുന്നത് ഓഫീസർ സ്കെയിൽ 1-ലേക്ക്. ഓഫീസർ സ്കെയിൽ 2-ലേക്കും 3-ലേക്കും സിംഗിൾ എക്സാമിനേഷനേ ഉള്ളൂ. അവിടെ പ്രിലിംസ് എക്സാമിനേഷൻ ഇല്ല, മെയിൻസ് എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ. മെയിൻസ് എക്സാമിനേഷൻ നടത്തി ഒരു കോമൺ ഇന്റർവ്യൂ, അതായത് നബാർഡും റീജിയണൽ റൂറൽ ബാങ്കുകളും നടത്തുന്ന കോമൺ ഇന്റർവ്യൂവിന് ശേഷം അവരെ അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ പ്രിലിംസ് എന്ന് പറയുന്ന ഒരു ഘട്ടമില്ല ഓഫീസർ സ്കെയിൽ 2-ലും 3-ലും.
സ്പെഷ്യലിസ്റ്റ് ഓഫീസുകളേക്ക്, അതായത് ലോ ഓഫീസർ എന്ന് പറയുന്ന സ്പെഷ്യലിസ്റ്റ് അങ്ങനെയുള്ള ഓഫീസേഴ്സ്, അഗ്രികൾച്ചർ ഓഫീസർ, ടാക്സ് ഓഫീസർ, ഇങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഓഫീസർ, ട്രഷറി, അങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റ് മേഖലകളിലെ ഓഫീസേഴ്സിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഓഫീസർ സ്കെയിൽ 2ലേക്കായിരിക്കും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഏതൊക്കെയാണ് പോസ്റ്റുകളുടെ വേക്കൻസി നമ്പർ എന്നുള്ളത്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റീജിയണൽ റൂറൽ ബാങ്കുകളാണ്. 43ഓളം 43ഓളം റീജിയണൽ റൂറൽ ബാങ്കുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഓൾ ഇന്ത്യ ലെവൽ എക്സാമിനേഷനാണ് ഈ IBPS എക്സാം. ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നുണ്ട്. സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എലിജിബിലിറ്റി കൊടുത്തിട്ടുണ്ട് ഇതിൽ. പിന്നീട് പോസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. പോസ്റ്റ്, അതിന്റെ ഏജ് കാറ്റഗറി, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതെന്ന്. ഇതിൽ ആദ്യം പറയുന്ന പോസ്റ്റ് ഓഫീസ് അസിസ്റ്റന്റ്, മൾട്ടിപർപ്പസ് ഓഫീസ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റ് ആണ്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്കാണ്. 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്കാണ്. അതിൽ അവർ വ്യക്തമായ ഡേറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ഹാവ് ബോൺ ഏർലിയർ ദാൻ 2/6/1996. 1996 2/6 മുമ്പ് ജനിച്ചവരാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ 2006 1/6 ശേഷം ജനിച്ചവരും ആകാൻ പാടില്ല. അതാണ് പ്രായപരിധി പറയുന്നത്. ഓഫീസ് അസിസ്റ്റന്റ് എന്ന മൾട്ടിപർപ്പസ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുവാൻ. ഓഫീസർ സ്കെയിൽ 1 എന്ന് പറയുന്ന അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട്, സെക്കൻഡ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് 18 വയസ്സ് മുതലുള്ളവർക്കാണ് സാധിക്കുന്നത്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് ഓഫീസർ സ്കെയിൽ 1 എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അവിടെയും ഡേറ്റ്സ് പറയുന്നുണ്ട് എങ്ങനെയാണ് എന്നുള്ളത്. പിന്നീട് പറയുന്നത് ഓഫീസർ സ്കെയിൽ 2 എന്ന പോസ്റ്റിലേക്കാണ്. മാനേജർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുവാൻ 21 വയസ്സ് മുതലുള്ളവർക്കാണ് സാധിക്കുന്നത്. 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ളവർക്കാണ് ഓഫീസർ സ്കെയിൽ 2ലേക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നത്. ഇവിടെയാണ് സ്പെഷ്യൽ ഓഫീസേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യുന്നത്. ഓഫീസർ സ്കെയിൽ 3ലേക്ക് സീനിയർ മാനേജർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നത് 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ്. ഇങ്ങനെ 4 പോസ്റ്റിലേക്കാണ് വേക്കൻസീസ് വിളിച്ചിട്ടുള്ളത്. ഏജ് റിലാക്സേഷൻ ഉണ്ടാകും. SC/ST-കാർക്ക് 5 ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതർ ബാക്ക്വേർഡ് കാറ്റഗറി OBC ഉള്ളവർക്ക് 3 വയസ്സ് ഏജ് റിലാക്സേഷൻ ഉണ്ടാകും. അങ്ങനെയുള്ള ബാക്കിയുള്ള ഏജ് റിലാക്സേഷൻസ് ഒക്കെ ആപ്ലിക്കബിൾ ആയിരിക്കും എലിജിബിലിറ്റി അനുസരിച്ച്. നിങ്ങൾ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക, നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന്. ഡിസബിലിറ്റീസ് ഉള്ളവർക്കും ഒക്കെ ആ ഒരു ആനുകൂല്യങ്ങൾ കിട്ടുന്നതായിരിക്കും, അതും നോക്കുക. പിന്നീട് പറയുന്നത് നമ്മൾ ഇവരുടെ എലിജിബിലിറ്റി ആണ് പറയുന്നത്. പ്രായപരിധി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് എലിജിബിലിറ്റി ആണ്. എത്രത്തോളമാണ് എക്സ്പീരിയൻസ് വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് എലിജിബിലിറ്റി വേണ്ടത് ഓരോ പോസ്റ്റിനും എന്നാണ് നോക്കുന്നത്. അപ്പോൾ അത് ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള എലിജിബിലിറ്റി ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ബാച്ചിലർ ഡിഗ്രി ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി ഉള്ളവർക്ക് ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ് എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതാണ് എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതോടൊപ്പം തന്നെ പ്രൊഫിഷ്യൻസി ഇൻ റീജിയണൽ ലാംഗ്വേജ്, അതായത് അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻസി ഉണ്ടാവുക. ഇപ്പം നമ്മൾ കേരളത്തിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കേരള ഗ്രാമീണ ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും മലയാളമാണ് അവിടെ പ്രൊഫിഷ്യൻസി വേണ്ടത്, റീജിയണൽ ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് എന്തായാലും മലയാളത്തിൽ ആ ഒരു പ്രൊഫിഷ്യൻസി ഉണ്ടാകും. അപ്പോൾ നമുക്ക് അതൊക്കെ ഓൾറെഡി ഉള്ള ക്വാളിഫിക്കേഷൻസ് ആണ്. പിന്നീട് ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനായി പറയുന്നത് വർക്കിംഗ് നോളജ് ആണ്, കമ്പ്യൂട്ടറിന്റെ ബേസിക് വർക്കിംഗ് നോളജ് ആണ്. അതും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതായിരിക്കും. പിന്നീട് ഓഫീസർ സ്കെയിൽ 1 എന്ന രണ്ടാമത്തെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടും ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടാവുക എന്നതാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ അവിടെ പ്രിഫറൻസസ് പറയുന്നുണ്ട്. അഗ്രികൾച്ചർ, ഹോർട്ടികൾച്ചർ, ഫോറസ്ട്രി, അനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഫിസിക്കൾച്ചർ, അങ്ങനെയുള്ള IT, ഇൻഫർമേഷൻ ടെക്നോളജി, മാനേജ്മെന്റ്, ലോയിലൊക്കെ ഡിഗ്രി ഉള്ളവർക്ക് പ്രിഫറൻസ് അവിടെ ഉള്ളതായിരിക്കും ഈ ഓഫീസർ സ്കെയിൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. അതോടൊപ്പം തന്നെ എക്കണോമിക്സ്, അക്കൗണ്ടൻസി തുടങ്ങിയ മേഖലകളിലൊക്കെ ആ ഒരു ഡിഗ്രി ഉള്ളവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നതായിരിക്കും. പിന്നീട് അവിടെയും എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത് റീജിയണൽ ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻസി ഉണ്ടാവുക എന്നുള്ളതാണ്. ഡിസൈറബിൾ ആയിട്ട് കമ്പ്യൂട്ടർ ബേസിക് വർക്കിംഗ് നോളജ് വേണമെന്നും പറയുന്നുണ്ട്. ഈ 2 പോസ്റ്റിലേക്കും, ഓഫീസ് അസിസ്റ്റന്റ് എന്ന മൾട്ടിപർപ്പസ് പോസ്റ്റിലേക്കും ഓഫീസർ സ്കെയിൽ 1 എന്ന അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കും പ്രത്യേകിച്ച് എക്സ്പീരിയൻസിന്റെ ആവശ്യമൊന്നുമില്ല. അതായത് ഏത് ഫ്രഷേഴ്സിന് വേണം, ഡിഗ്രി കഴിഞ്ഞ ഏത് ഫ്രഷേഴ്സിന് വേണമെങ്കിലും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഓഫീസർ സ്കെയിൽ 2 എന്ന അടുത്ത പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ആ പോസ്റ്റ് 2 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ജനറൽ ബാങ്കിംഗ് ഓഫീസർ എന്നും അതോടൊപ്പം തന്നെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്നും. സ്പെഷ്യൽ ആയിട്ടുള്ള ഓരോ പെർട്ടിക്കുലർ ഓഫീസേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന പോസ്റ്റിലേക്കുമുണ്ട്. അതോടൊപ്പം തന്നെ ജനറൽ ആയിട്ടുള്ള ബാങ്കിംഗ് ഓഫീസറിലേക്കും വേക്കൻസി ഉണ്ട്. ജനറൽ ബാങ്കിംഗ് ഓഫീസറിലേക്ക് ഓഫീസർ സ്കെയിൽ 2-ല്
ജനറൽ ബാങ്കിങ് ഓഫീസറിലേക്ക് അപ്ലൈ ചെയ്യേണ്ടവർക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി, ഏതെങ്കിലും സബ്ജക്റ്റിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടാവുക. അതോടൊപ്പം തന്നെ 50% മാർക്കോട് കൂടി, മിനിമം 50% മാർക്കോട് കൂടി ഡിഗ്രി പാസ്സായിട്ടുള്ളവരായിരിക്കണം. പിന്നെ അവിടെയും പ്രിഫറൻസ് പറയുന്നുണ്ട്. ബാങ്കിങ്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ, ലോ, ഇൻഫർമേഷൻ ടെക്നോളജി, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ ഡിഗ്രി ഉള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും, പ്രിഫറൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ എക്സ്പീരിയൻസ് വേണം. ഓഫീസർ സ്കെയിൽ 2 എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ എക്സ്പീരിയൻസ് അനിവാര്യമാണ്. 2 years എക്സ്പീരിയൻസ് ആണ്. ഏതെങ്കിലും ഒരു ബാങ്കിങ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഓഫീസർ സ്കെയിൽ 2 എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നത്. അടുത്തത് ഓഫീസർ സ്കെയിൽ 2 തന്നെ സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് ആണ്. അതിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഓഫീസേഴ്സിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി പറയുന്നുണ്ട്. 1 year ആയിരിക്കണം എക്സ്പീരിയൻസ് വേണ്ടത്. പിന്നീട് ആ ഒരു സബ്ജക്റ്റിലുള്ള ഡിഗ്രി വേണം. ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. C++, ജാവ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഡിസൈറബിൾ ആണ്. പിന്നെ ഡിഗ്രി വേണ്ടത് IT-യിൽ 50% മാർക്കോട് കൂടി ആ ഒരു ഡിഗ്രി പാസ്സായിരിക്കണം എന്ന് പറയുന്നു. ചാർട്ടേഡ് അക്കൗണ്ടന്റിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിനെ പറയുന്നുണ്ട്. അവിടെയും എക്സ്പീരിയൻസ് 1 year ആണ് പറയുന്നത്. ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അടുത്ത ലോ ഓഫീസർ. ലോ ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് 50% മാർക്കോട് കൂടി ഡിഗ്രി, ലോ ഡിഗ്രി പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. മിനിമം 50% മാർക്കോട് കൂടി. അതോടൊപ്പം തന്നെ 2 വർഷം അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് വേണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോ ഓഫീസറായിട്ട് ബാങ്കിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ലോ ഓഫീസറായിട്ട് പ്രാക്ടീസ് ചെയ്തത് 2 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസും വേണം. അതാണ് ലോ ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ നല്ലൊരു വേക്കൻസി വരുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ മാക്സിമം 50% കൂടി മാർക്കോടുകൂടി പാസ്സായ ലോ ഓഫീസേഴ്സ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നവരെല്ലാവരും 2 വർഷത്തെ പ്രാക്ടീസ് ഉള്ളവർ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലാത്തവർ ഡിഗ്രി ഉള്ളവരാണ് അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ ഓഫീസ് അസിസ്റ്റന്റ്, ഓഫീസർ സ്കെയിൽ 1, ഓഫീസർ സ്കെയിൽ 2 എന്ന പോസ്റ്റിലേക്കെല്ലാം അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് ട്രഷറി മാനേജർ എന്ന സ്പെഷ്യലിസ്റ്റ് ഓഫീസർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേക്കൻസി ഉണ്ട്. മാർക്കറ്റിംഗ് ഓഫീസർ, അഗ്രികൾച്ചർ ഓഫീസർ തുടങ്ങിയ സ്പെഷ്യലിസ്റ്റ് മേഖലകളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ടുണ്ട്. പിന്നീട് അതിന്റെ എലിജിബിലിറ്റി നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഓഫീസർ സ്കെയിൽ 3 എന്ന പോസ്റ്റിലേക്ക്, സീനിയർ മാനേജർ എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുവാൻ ബാച്ചിലേഴ്സ് ഡിഗ്രി 50% മാർക്കോട് കൂടി ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടാവുക. അതോടൊപ്പം തന്നെ അവിടെയും പ്രിഫറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ IT, ലോ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ മേഖലകളിലുള്ളവർക്കൊക്കെ ഡിഗ്രി ഉള്ളവർക്ക് പ്രിഫറൻസ് ഉണ്ട്. എക്സ്പീരിയൻസ് ആവശ്യമാണ് സീനിയർ മാനേജർ എന്ന ഓഫീസർ സ്കെയിൽ 3 എന്ന പോസ്റ്റിലേക്ക്. എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത് 5 വർഷമാണ്. 5 വർഷം ഏതെങ്കിലും ബാങ്കിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഓഫീസർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട് ഓഫീസർ സ്കെയിൽ 3 എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ. തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയി പറയുന്നത്. നിങ്ങൾ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. പിന്നീട് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എന്ന് പറയുന്നത് അനിവാര്യമാണ്. നമ്മുടെ റീജിയണൽ ലാംഗ്വേജിലുള്ള പ്രൊഫിഷ്യൻസി വേണം. ഇനി ഈ ഒരു എക്സാമിനേഷന്റെ ഫീസ് സ്ട്രക്ചർ ആണ് നമ്മൾ നോക്കുന്നത്. ഓഫീസർ സ്കെയിൽ 1, 2, 3 എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് റിസർവ്ഡ് കാറ്റഗറിക്ക്, SC, ST, PWD കാറ്റഗറിക്കൊക്കെ 175 രൂപയാണ് ഫീസ് ആയിട്ട് വരുന്നത്. ഇൻക്ലൂഡിംഗ് GST 175 രൂപയാണ് വരുന്നത്. ഓഫീസ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് ഇതുപോലെ തന്നെ റിസർവ്ഡ് കാറ്റഗറിക്ക് 175 രൂപയാണ് വരുന്നത്, ഇൻക്ലൂഡിംഗ് GST. ഇനി ജനറൽ കാറ്റഗറിക്ക്, ഈ പറയുന്ന റിസർവ്ഡ് കാറ്റഗറി അല്ലാത്ത ബാക്കി എല്ലാ അതർ കാറ്റഗറിക്കും വരുന്നത് 880 രൂപയാണ്. 880 രൂപയാണ് ഇൻക്ലൂഡിംഗ് GST ആപ്ലിക്കേഷൻ ഫീസ് പറയുന്നത്. അത് ഓഫീസ് അസിസ്റ്റന്റിനും ഓഫീസർ സ്കെയിൽ 1, 2, 3ക്കും 850 രൂപ തന്നെയാണ് പറയുന്നത്. റിസർവ്ഡ് കാറ്റഗറിക്ക് 175, ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 880 രൂപയാണ് വരുന്നത്. ഓൺലൈൻ ആയിട്ടുള്ള രീതിയിലാണ് ഫീസ് പേയ്മെന്റ് നടത്തേണ്ടത്. ഇനി എക്സാമിനേഷന്റെ സ്ട്രക്ചറിലേക്കാണ് നമ്മൾ നോക്കുന്നത്. എക്സാമിനേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ 3 ഘട്ടമായിട്ടാണ് എക്സാം എന്ന് നമ്മൾ പറഞ്ഞു. പ്രിലിമിനറി, മെയിൻസ്, ഇന്റർവ്യൂ. ഇതിൽ ഓഫീസർ സ്കെയിൽ 2നും 3ക്കും പ്രിലിമിനറി ഇല്ല, മെയിൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ എക്സാമിന്റെ പാറ്റേൺസ് നോക്കാം, എന്തൊക്കെയാണ് സിലബസ് എന്ന്, ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയായിരിക്കും എന്ന്. ഓൺലൈൻ എക്സാമിനേഷൻ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ പ്രിലിമിനറി എക്സാം എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് എക്സാം ആയിരിക്കും. അതായത് MCQ മോഡായിട്ടുള്ള എക്സാം ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ് എന്ന പോസ്റ്റിലേക്കുള്ള എക്സാമിന് സിലബസ് ആയിട്ട് വരുന്നത്, ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് 2 പോർഷൻസിൽ നിന്നാണ് വരുന്നത്. ഒന്ന് റീസണിംഗ് പാർട്ടിൽ നിന്നും 40 ക്വസ്റ്റ്യൻസ്, അത് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ച് 40 മാർക്കും. ന്യൂമറിക് എബിലിറ്റി എന്ന പോർഷനിൽ നിന്നും 40 മാർക്കിലുള്ള ക്വസ്റ്റ്യൻസ്, 40 ക്വസ്റ്റ്യൻസും വരുന്നതായിരിക്കും. 45 മിനിറ്റ് ആണ്, അതായത് 3/4 മണിക്കൂർ നീണ്ട ഒരു എക്സാം ആയിരിക്കും ഈ ഓഫീസ് അസിസ്റ്റന്റ് എന്ന പ്രിലിമിനറി എക്സാം നടത്തുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻസ് 80 ക്വസ്റ്റ്യൻസ്, 80 മാർക്കായിരിക്കും. 45 മിനിറ്റ് ആയിരിക്കും അവിടെ മാക്സിമം ടൈം ആയിട്ട് തരുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും പ്രിലിമിനറി എക്സാം ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസിന്റെ നടത്തുന്നത്. 18 വയസ്സ് മുതലുള്ളവർക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്.
ഏതെങ്കിലും സബ്ജക്റ്റിൽ ഡിഗ്രി ഉള്ളവർക്ക് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും ഇവിടെ ആവശ്യമില്ല, പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അടുത്തത് ഓഫീസർ സ്കെയിൽ 1 എന്ന പോസ്റ്റിലേക്കാണ്. ഓഫീസർ സ്കെയിൽ 1 എന്ന പോസ്റ്റിലേക്ക് പ്രിലിമിനറി എക്സാം നടത്തുന്നതും ഇതുപോലെ തന്നെയാണ്. റീസണിങ്ങും അതോടൊപ്പം തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ് ചോദിക്കുന്നത്. 40 മാർക്ക് വെച്ച് ക്വസ്റ്റ്യൻസ്, ഓരോ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. മുഴുവനായി 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 80 മാർക്കായിരിക്കും ടോട്ടൽ ആയിട്ട് വരിക. അവിടെയും 45 മിനിറ്റ് ആണ് ടോട്ടൽ ടൈം ആയിട്ട് പറയുന്നത്. ഇനി മെയിൻസ് എക്സാം, ഈ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന മൾട്ടിപർപ്പസ് പോസ്റ്റിലേക്ക് പ്രിലിമിനറി പാസ്സായി ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുത്തവരെ മെയിൻസ് എക്സാം കണ്ടക്ട് ചെയ്യും. മെയിൻസ് എക്സാമിന്റെ സിലബസ് വരുന്നത് റീസണിംഗ് പാർട്ടിൽ നിന്ന് 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. മാക്സിമം മാർക്ക് വരുന്നത് 50 മാർക്കായിരിക്കും. കമ്പ്യൂട്ടർ നോളജിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് 40 ക്വസ്റ്റ്യൻസ്, അവിടെ 20 മാർക്കായിരിക്കും മാക്സിമം മാർക്ക് വരുന്നത്. ജനറൽ അവയർനെസ്സിൽ നിന്നും 40 ക്വസ്റ്റ്യൻസ്, 40 മാർക്ക് ഉണ്ടാകും. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്നും അവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 40 മാർക്ക്. ഇനി അതല്ല, ഹിന്ദിയാണ് നമ്മൾ പ്രിഫർ ചെയ്തിട്ടുള്ളതെങ്കിൽ ഹിന്ദി ലാംഗ്വേജിൽ നിന്നും 40 ക്വസ്റ്റ്യൻസ്, 40 മാർക്ക്. ന്യൂമറിക്കൽ എബിലിറ്റിയിൽ നിന്നും 40 ക്വസ്റ്റ്യൻസ്, അവിടെ 50 മാർക്ക് കാണും. അങ്ങനെ ടോട്ടൽ 200 ക്വസ്റ്റ്യൻസും 200 മാർക്കും മാക്സിമം വരുന്ന ഒരു എക്സാമിനേഷൻ ആണിത്. പിന്നീട് പറയുന്നത് ഓഫീസർ സ്കെയിൽ 1 എന്ന പോസ്റ്റിലേക്കുള്ള മെയിൻസ് എക്സാമിനേഷൻ ആണ്. ഇതും ഒബ്ജക്റ്റീവ് MCQ എക്സാമിനേഷൻ തന്നെയാണ് നടത്തുന്നത്. അവിടെയും റീസണിംഗ്, കമ്പ്യൂട്ടർ നോളജ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഹിന്ദി പ്രിഫർ ചെയ്യുന്നവർക്ക് ഹിന്ദി ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന പോർഷൻസ് നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇങ്ങനെയാണ് മെയിൻസ് എക്സാം കണ്ടക്ട് ചെയ്യുക. മെയിൻസ് എക്സാം നടത്തി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ ആയിരിക്കും ഇന്റർവ്യൂവിലേക്ക് സെലക്ട് ചെയ്യുക. ഓഫീസ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിൽ ഇന്റർവ്യൂ ഇല്ല. മെയിൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് ആയിട്ട് റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്ക് വേക്കൻസി അനുസരിച്ച് അലോട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി പറയുന്നത് നമുക്ക് ഓഫീസർ സ്കെയിൽ 2ലും 3ലും ജനറൽ ബാങ്കിങ് ഓഫീസറിലേക്കുള്ള എന്തൊക്കെയാണ് പോസ്റ്റിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ആ ഒരു എക്സാം നടത്തുമ്പോൾ വരുന്ന സിംഗിൾ ലെവൽ എക്സാമിനേഷൻ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. മെയിൻസ് മാത്രമേ അവിടെ നടത്തുന്നുള്ളൂ. ആ എക്സാമിനേഷനിൽ ജനറൽ ബാങ്കിങ് ഓഫീസറിലേക്ക് നടത്തുന്ന എക്സാമിനേഷനിൽ ഉള്ള എന്തൊക്കെയാണ് പോർഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് എന്നാണ് നോക്കുന്നത്. സിലബസ് റീസണിങ്ങിൽ നിന്നും കമ്പ്യൂട്ടർ നോളജ്, ഫിനാൻഷ്യൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഹിന്ദി അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജ് എടുത്തവർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന പോർഷൻസിൽ നിന്ന് 200ഓളം ക്വസ്റ്റ്യൻസ്, 200 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആണ്. ഇനി സ്പെഷ്യൽ മേഖലകളിലേക്ക്, ഇപ്പോൾ ലോ ഓഫീസർ അല്ലെങ്കിൽ ട്രഷറി അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മേഖലകളിലേക്ക്, IT മേഖലകളിലേക്കൊക്കെ സെലക്ട് ചെയ്തവർക്കുള്ള എക്സാമിനേഷൻ ആണ്. ലോയിലൊക്കെ ആണെങ്കിൽ പ്രൊഫഷണൽ നോളജ് ഉണ്ടാകും. അവിടെ നമ്മുടെ പ്രൊഫഷണൽ നോളജ് എന്താണോ അതിൽ നിന്നും 40 ക്വസ്റ്റ്യൻസ്, 40 മാർക്ക്. പിന്നെ ബാക്കി റീസണിങ്, ഫിനാൻഷ്യൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഹിന്ദി, കമ്പ്യൂട്ടർ നോളജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ തുടങ്ങിയ മേഖലകളിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. 200ഓളം ക്വസ്റ്റ്യൻസ്, 200 മാർക്ക്. 2.5 മണിക്കൂറിന്റെ എക്സാം ആയിരിക്കും ആ സിംഗിൾ എക്സാമിനേഷൻ നടത്തുന്നത്. അതും MCQ മോഡ് എക്സാം തന്നെയാണ്. ഓഫീസർ സ്കെയിൽ 3ലേക്കാണെങ്കിലും ഇതുപോലെ തന്നെയായിരിക്കും. സിംഗിൾ എക്സാമിനേഷൻ ആയിരിക്കും. MCQ മോഡാണ്. റീസണിംഗ്, കമ്പ്യൂട്ടർ നോളജ്, ഫിനാൻഷ്യൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഹിന്ദി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന മേഖലകളിൽ നിന്നും 200ഓളം ക്വസ്റ്റ്യൻസ് വരും. 200 മാർക്ക്. 2 മണിക്കൂർ നീണ്ട എക്സാം ആണ് അതും. അപ്പോൾ ഇതാണ് എക്സാമിന്റെ ഒരു സ്ട്രക്ചർ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ ഇങ്ങനെയായിരിക്കും MCQ ബേസ്ഡ് ആയിട്ട് മോഡ് ഓഫ് എക്സാമിനേഷൻ. ഇനി എക്സാമിനേഷൻ സെന്റേഴ്സ് ആണ്. എക്സാമിനേഷൻ സെന്റേഴ്സ് കേരളത്തിൽ സെന്റേഴ്സ് ഉണ്ട്. അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. എക്സാമിനേഷൻ സെന്റേഴ്സിൽ വരുന്നത്, എക്സാമിനേഷൻ സെന്റേഴ്സ് നോക്കാം. എക്സാമിനേഷൻ സെന്റേഴ്സിലാണ് പറയുന്നുണ്ട് ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള വേക്കൻസീസ് നോക്കുന്നുണ്ട്. വേക്കൻസീസിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഓഫീസ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക്, മൾട്ടിപർപ്പസ് പോസ്റ്റിലേക്ക് മാത്രമായി 100ഓളം വേക്കൻസീസ് ആണ് നിലവിൽ വന്നിട്ടുള്ളത്. വേക്കൻസി കൂടും, കുറയില്ല. എന്തായാലും വേക്കൻസി ഇനി കൂടാനേ ചാൻസ് ഉള്ളൂ. ഓഫീസർ സ്കെയിൽ 1 എന്ന പോസ്റ്റിലേക്ക് കേരളത്തിൽ 195ഓളം വേക്കൻസീസ് ആണുള്ളത്. കേരളത്തിലെ റീജിയണൽ ബാങ്കുകളിലേക്ക്, അതായത് കേരള ഗ്രാമീണ ബാങ്കിലേക്ക്. ഓഫീസർ സ്കെയിൽ 2 ജനറൽ ബാങ്കിങ് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് കേരളത്തിൽ തന്നെ അവിടെയും വേക്കൻസീസ് പറയുന്നുണ്ട്. കേരള ഗ്രാമീണ ബാങ്കിലേക്ക് വേക്കൻസീസ് പറഞ്ഞിട്ടില്ല, പക്ഷേ വേക്കൻസീസ് അവിടെ അലോട്ട് ചെയ്ത് വരുന്നതായിരിക്കും. നിങ്ങൾ വേക്കൻസീസ് നമ്പർ നോക്കി വിഷമിക്കേണ്ട, നിങ്ങളത് അപ്ലൈ ചെയ്തോളൂ. വേക്കൻസീസ് കൂടുകയുള്ളൂ. ഇനി ഓരോ പോസ്റ്റിലേക്കും ഓഫീസർ സ്കെയിൽ CAയിലേക്ക്, ലോയിലേക്കുള്ള വേക്കൻസി പറയുന്നുണ്ട്. ലോയിലേക്ക് കേരള ഗ്രാമീണ ബാങ്കിലേക്ക്, വിവിധ റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്കുള്ള വേക്കൻസി പറയുന്നുണ്ട്. കേരളത്തിലെ റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്കുള്ള വേക്കൻസി 5 വേക്കൻസീസ് ആണ് പറയുന്നത്. അവിടെയും റിസർവേഷൻസ് ഒക്കെ ആപ്ലിക്കബിൾ ആണ്. അങ്ങനെ ട്രഷറി മാനേജർ ഓരോ മേഖലകളിലേക്കുള്ള പറയുന്നുണ്ട്. പിന്നെ എക്സാമിനേഷൻ സെന്റേഴ്സ് ആണ്. എക്സാമിനേഷൻ സെന്റേഴ്സ് കേരളത്തിൽ ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം,
കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്ന മേഖലകളിലൊക്കെ എക്സാമിനേഷൻ സെന്റേഴ്സ് പ്രിലിംസിനുണ്ടാകും. മെയിൻസിന് അല്ലെങ്കിൽ സിംഗിൾ എക്സാം നടത്തുന്ന പോസ്റ്റുകളിലേക്ക് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം എന്ന 3 സ്ഥലങ്ങളിലാണ് സെന്റർ ഉള്ളത്. അപ്പോൾ സെന്റേഴ്സ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇങ്ങനെയാണ് ഈ ഒരു എക്സാം നടത്തുക. അപ്പോൾ എക്സാമിനേഷന് അപ്ലൈ ചെയ്യേണ്ടവർ 27-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ibps.in എന്ന വെബ്സൈറ്റ് ആണ്. വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ ആ വെബ്സൈറ്റ് വഴി, ഇതാണ് വെബ്സൈറ്റ് www.ibps.in എന്ന വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. 27-ാം തീയതിയാണ് അവസാന ദിവസം. അപ്പോൾ നിങ്ങൾ എലിജിബിലിറ്റി നോക്കിയിട്ട്, നിങ്ങളുടെ എലിജിബിലിറ്റിയും ഏജ് ഒക്കെ നോക്കിയിട്ട് നിങ്ങളുടെ പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. വളരെ നല്ലൊരു അവസരമാണിത്. ബാങ്കിങ് മേഖലകളിലെ ജോലികളിലേക്ക് കയറുവാൻ താല്പര്യപ്പെടുന്നവർ എന്തായാലും ഈ ഒരു എക്സാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ജോബ് വേക്കൻസീസിനെ കുറിച്ച് അല്ലെങ്കിൽ എക്സാം റിലേറ്റഡ് കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസ്, നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.